ചർച്ച തുടരുമ്പോൾ നമ്മളോടൊപ്പം ശ്രീ സി പി ജോൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ സി പി ജോൺ, നാളെ ബജറ്റ് പെട്ടി തുറക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനകീയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനകീയ പ്രഖ്യാപനങ്ങൾ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതൊരു ഗവൺമെന്റിനും തോന്നാം. പക്ഷേ അവരുടെ ഫിസ്ക്കലായിട്ടുള്ള തടസ്സങ്ങൾ അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹണ്ടിയല്ല ഹോണ്ടിയാണ്, അവരെ ബാധിച്ചിരിക്കുകയാണ്. കാരണം 3% ധനക്കമ്മി നിർത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പണിയെടുക്കും. 3.5% അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ആ 0.5% പവറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് മടിയാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്ക് 50 വർഷം നീണ്ടു നിൽക്കുന്ന വായ്പ തരാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ട് അത് വേണ്ടത്ര എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത് ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് പറയേണ്ടത്. അതെടുത്തിരുന്നെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻസിന് നമുക്കത് ധാരാളമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. 3 കിഫ്ബി എന്നുള്ളതായിരുന്നു ഒരു ഒറ്റമൂലി, പനാസിയ, ഐസക്കിന്റെ പനാസിയാണ്, ഒറ്റമൂലിയാണ്. അത് കഴിച്ച എല്ലാ രോഗവും മാറും. പക്ഷേ കിഫ്ബി ഈസ് ഡെഡ്. കിഫ്ബി ഇനി യാതൊരു തരത്തിലുള്ള പദ്ധതികളും ഏറ്റെടുക്കില്ല എന്ന് കൃത്യമായിട്ട് ധനമന്ത്രി MLA-മാർക്ക് കത്തയച്ചിട്ടുണ്ടോ? അത് MLA-മാരല്ല അത് ചെയ്യേണ്ടത്. MLA-മാരുടെ കത്ത് അത് കരാറുകാരുടെ കത്താണ്, കരാറുകാരുടെ കത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കത്താണ്. അങ്ങനെ ആ കരാർക്കാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള നെക്സസ്, അതിലൂടെ അല്ല പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലൊരു പ്ലാനിംഗ് ബോർഡുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് അറിയുന്ന കാര്യമാണ്, ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയാണ് ഐസക്ക് ചെയ്തത്. പക്ഷെ ഇറ്റ് ഈസ് ഡെഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെൻഷൻ കൊടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനി ഉണ്ടാക്കിയത്. പെൻഷൻ കൊടുക്കാനൊരു കമ്പനി. ആ കമ്പനിയുടെ ജോലി എന്തെങ്കിലും വ്യാപാരം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കലല്ല, കടം മേടിക്കലാണ്. ഈ 2 കമ്പനികളും ഇന്ന് കേന്ദ്രത്തിന്റെ മൂർച്ചയേറിയ വാളുകൊണ്ടുള്ള വെട്ടിൽ താഴെ വീണിരിക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ബാലഗോപാലിന് അറിഞ്ഞുകൂടാ. പ്ലാൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്ലാൻ വെട്ടിക്കുറച്ച് 30,370 കോടി, 30,370. ഇതായിരുന്നു 2022-23 23-24. ഈ വർഷം എത്രയാണ് പ്ലാൻ അതിൽ കേന്ദ്രത്തിന്റെ ചെറിയൊരു കുറവും കൂടെ വന്നു. ഇത്തവണത്തെ ബജറ്റിൽ എന്തുണ്ടാകും എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തുമല്ലോ, കാരണം ഭൂമി ഇടപാട് കുറഞ്ഞു. പക്ഷേ പ്ലാൻ അല്ല, ഞാൻ പ്ലാൻ ഔട്ട്ലേ തന്നെ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള എക്കണോമിക് റിവ്യൂ പറയുന്നത് -2.55% ആണ് ഔട്ട്ലേ. ഞാൻ ഇംപ്ലിമെന്റേഷനെ കുറിച്ചല്ല. അപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്ലാൻ കുറച്ചു. പിന്നെ കിഫ്ബി ഉണ്ടായിരുന്നു പണ്ട് പേരിനെങ്കിലും, കിഫ്ബിയും ഇല്ല. പിന്നെ എന്ത് വികസന പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് നടത്തുക? എങ്ങനെ നടത്തുക? പ്രസംഗ വികസനമാണോ? ഒന്നുകിൽ കിഫ്ബി പോലുള്ള സ്പെഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ വലുതാവാത്തതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്ലാനും വലുതാവുന്നില്ല, പട്ടികജാതി പട്ടികവർഗ സബ്പ്ലാനുകൾ വലുതാവുന്നില്ല. ഇതിന്റെ എല്ലാം ഫലമായിട്ട് കേരളത്തിൽ വികസന മുരടിപ്പാണ്. പിന്നെ അത് അറിയാത്തത് എന്താണ്? അറിയാത്തത് വലിയ റോഡ് പണി നടക്കുന്നു കേന്ദ്രത്തിന്റെ. അതിൽ 5,000 കോടി രൂപയിലധികം കേരളം കൊടുത്തിട്ടുണ്ടെന്ന് എക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, ഞാനതിനെ നിഷേധിക്കുന്നില്ല. 5,000 കോടി 3-4 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1,250 കോടി പെർ ഇയർ കൊടുത്തിട്ടുണ്ട്. വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അതല്ലാതെ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ, നമ്മുടെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൊടുക്കേണ്ട വികസന പദ്ധതി, ശമ്പളം ഇതിൽ പെടുന്നില്ല, കൊടുക്കാൻ കഴിയുന്നില്ല. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ക്ഷേമ പെൻഷനാണല്ലോ ഇടതുപക്ഷ മുന്നണി തുറുപ്പിച്ചിട്ട് നായനാരുടെ കാലത്ത് മുതൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്ന് വിപുലമാക്കിയത്. ആന്റണി കൊണ്ടുവന്നിട്ടുണ്ട്, ആർശങ്കർ കൊണ്ടുവന്നിട്ടുണ്ട്. AK ആന്റണിയാണ് ആദ്യം തൊഴിലില്ലായ്മ വേതനം ഡിഗ്രിക്കാർക്ക് കൊടുത്തത്. വിധവാ പെൻഷൻ കൊണ്ടുവന്ന ആർശങ്കറാണ് 65. ഇവിടെ മറ്റൊന്ന്, ഇപ്പം വൻകിട പദ്ധതികൾ, സർക്കാർ മിഷനുകൾ, ഇതിനൊക്കെ പണം കണ്ടെത്തുന്ന വിധത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ, ഇല്ലെങ്കിൽ അതിന് മുൻഗണന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പിന്നെ ഈ വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാരിന്റെ സേവനങ്ങളിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങളൊക്കെ
വന്നേക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ബജറ്റ് ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ കഴിഞ്ഞതിൽ 10% കൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 20% ന്യായവില, ഭൂമിയുടെ ന്യായവില കൂട്ടിയ സാഹചര്യം, ഭൂമി വിൽക്കാൻ, ഭൂമി ഇടപാടുകൾ നടക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ചെയ്തു വെച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തുകൂടിയുള്ള ബജറ്റാണല്ലോ. അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ഭൂമി വില കാരണമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നില്ല. അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മുടെ കോറികൾ, ലൈസൻസ്ഡ് കോറികൾ ധാരാളം കേരളത്തിലുണ്ടല്ലോ. ആ ലൈസൻസ് കോറികളിൽ വലിയൊരു നമ്പർ കോറികൾ ഇന്ന് സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അപ്പൊ അവിടെ നിർമ്മാണ തൊഴിലാളികളൊക്കെ ഒരു പട്ടിണിയിലാണ്. ഇപ്പൊ ഞാൻ ഒരു നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഒരു സെക്രട്ടറി കൂടിയാണ്, യൂണിയന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അവരെല്ലാം പറയുന്നത് പണിയില്ല എന്നുള്ളതാണ്. പണി കിട്ടുന്നില്ല. ആ പണി കിട്ടാത്തതിന്റെ ഫലമായിട്ട് അവരെല്ലാം വലിയ പ്രതിസന്ധി ചെന്നപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വരുമാനവും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് 7ാമത്തെ പേജില് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ് വളർന്നിരിക്കുന്നത് എത്രയാണ്? 8.97% വളർന്നിട്ടുള്ളത്. ക്ഷമിക്കണം, 8.97% ആകെ കൂടി നമ്മുടെ 100 രൂപയിൽ 8.97, 10-9 കുറവാണ്. അത് ഈ വർഷം 22-23 8.52 കുറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ അതും 13.79 നിൽക്കുകയാണ്. പണ്ടത് 17-18%. ഇതിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ റബ്ബറിന്റെ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രഖ്യാപനം ഉണ്ടാകുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് വികസനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പൊ ലൈറ്റ് മെട്രോ ഉണ്ട്, തുരങ്കപാതകളുണ്ട്. അങ്ങനെ ആ മേഖലയിൽ അവരുടെ കണക്ക്, ഞാൻ വേറെ ആരുടെയും കണക്ക് വായിക്കല്ല. ഞാൻ വായിക്കുന്നത് അവരുടെ കണക്കാണ്. അതിലിപ്പോ ഇനിയിപ്പോ ടെറിഷറി സെക്ടർ അത് തന്നെ 62.62 നല്ലൊരു സെക്ടറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുപോലെ തന്നെ ടാക്സേഷന് നമുക്ക് GST കളക്ഷൻ കിട്ടുന്നില്ല എന്ന ഒറ്റ വാക്ക് പോരാ. എക്കണോമിക് റിവ്യൂ തന്നെ മറിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല. KP കണ്ണൻ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിദഗ്ധനായ ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം മാതൃഭൂമിക്ക് കൊടുത്ത വിശദമായ ഇന്റർവ്യൂവിൽ പറഞ്ഞ എനിക്കൊക്കെ വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വിമർശനം, നമ്മുടെ ഓരോ ഐറ്റത്തിന്റെയും, നമ്മുടെ മെർക്കൻഡൈസ് അതാണ് നമുക്കുള്ളത്, ഫാക്ടറികളല്ല, സ്വർണത്തിന്റെ, ഫ്രിഡ്ജിന്റെ, ടിവിയുടെ ഓരോ ഐറ്റത്തിൽ കൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള GST എന്താണ് എന്ന് വിശദമായ കണക്കുകൾ പറയുന്നില്ല. നമ്മുടെ അതിരുകൾ തുറന്നു കിടക്കുകയാണ്. പണ്ട് ഐസക്കല്ല ഉള്ള സമയത്ത് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റും മറ്റ് ചെക്ക് പോസ്റ്റുകളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ആർക്കും ഇവിടെ കൊണ്ടുവയ്ക്കാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ശരി, ഇവിടെ ഹെൽമറ്റ് പിടുത്തമാണ് നമ്മുടെ പോലീസിന്റെ, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ ജോലി ഹെൽമറ്റ് പിടുത്തമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ CP